യുവനടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് പരാതിക്കാരിയായ യുവതി പറയുമ്പോൾ ചർച്ചയാകുന്നത് മലയാള സിനിമയിലെ ദുബായ് ഫണ്ടിങ്ങും. 3 ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചെന്നും യുവതി പറഞ്ഞു. കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ലഹരി ഉപയോഗിച്ച ശേഷമാണ് നിവിൻ പോളി മർദ്ദിച്ചതെന്നും യുവതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് നിവിൻ പോളി ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നത്. പുതിയ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നെന്നും പോലീസ് പറഞ്ഞ പ്രതിപട്ടികയിലെ പലരെയും എനിക്കറിയില്ല. ഈ നിർമ്മാതാവിനെ ദുബായ് മാളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. തീയതി പറയാനാകില്ല. അത് സിനിമയുടെ ഫണ്ടിംഗ് സംബന്ധിച്ചായിരുന്നു. പിന്നെ കണ്ടിട്ടില്ലെന്നും നിവിൻ പോളി പറയുന്നു. അതായത് സിനിമാ ഫണ്ടിങ്ങിലെ ചർച്ചകൾ ദുബായിലും നടക്കാറുണ്ട്. അതിനിടെ പീഡന പരാതിയിൽ ഉടൻ നിവിൻ പോളിക്കെതിരെ പോലീസ് നടപടി എടുക്കില്ല. നിവിൻ്റെ വാദങ്ങളും പോലീസ് പരിശോധിക്കും. പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും. അതിനുശേഷം എല്ലാം വിശദമായി പരിശോധിക്കും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. കേസിൽ നിവിൻ 6ാം പ്രതിയാണ്. നിർമ്മാതാവ് AK സുനിൽ 2ാം പ്രതിയും. തൃശൂർ സ്വദേശിയായ സുനിൽ അറിയപ്പെടുന്നത് രാഗം സുനിൽ എന്ന പേരിലാണ്. കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവരും പ്രതികൾ. പിന്നാലെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ആരോപണം നിഷേധിച്ചു. നിയമ നടപടി തുടരുമെന്നും അറിയിച്ചു. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണമെന്ന് പറഞ്ഞ നിവിൻ പരാതി നൽകിയയാളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുന്നു. ഇങ്ങനെയൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് 1.5 മാസം മുൻപ് CI വിളിച്ചിരുന്നു. അന്ന് പീഡനം ഉന്നയിച്ചിരുന്നില്ല. അന്നും പരാതിക്കാരിയെ അറിയില്ല എന്നു തന്നെയാണ് പറഞ്ഞത്. വാസ്തവമില്ലെന്ന് കണ്ടെത്തി അന്ന് കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തതെന്നും നിവിൻ പോളി പറഞ്ഞു. അന്ന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് പരാതിക്കാരിക്കെതിരെ പരാതി നൽകാതിരുന്നതെന്നും നിവിൻ പോളി പറഞ്ഞു. 2023 നവംബർ ഡിസംബർ മാസത്തിൽ ദുബായിൽ വെച്ചാണ് സംഭവം നടന്നത് എന്നാണ് ആരോപണം. അവിടെ വെച്ച് പരിചയക്കാരിയായ സ്ത്രീ AK സുനിൽ എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തന്നു. അഭിമുഖത്തിനിടെ നിർമ്മാതാവ് ശാരീരികമായി ഉപദ്രവിച്ചു. തുടർന്ന് നിർമ്മാതാവിൻ്റെ ഗുണ്ടകളെപ്പോലെ നിവിൻ പോളി, ബിനു, ബഷീർ, കുട്ടൻ എന്നിവർ ഇടപെട്ടു. ഇവർ 3 ദിവസത്തോളം അവിടെ പൂട്ടിയിട്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു. മയക്കുമരുന്ന് കലക്കിയ വെള്ളമാണ് ഈ 3 ദിവസവും തന്നതെന്നും യുവതി പറഞ്ഞു. വിഷയത്തിൽ ജൂണിൽ പരാതി നൽകിയിരുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലതായ സമീപനം ഉണ്ടായില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് വീണ്ടും പരാതി നൽകിയത്. കുറ്റം തെളിയിക്കാൻ പോലീസ് നടത്തുന്ന എന്ത് തെളിവെടുപ്പിനും തയ്യാറാണ്. നീതി കിട്ടണം. തൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചു. തങ്ങൾ അങ്ങനെയുള്ളവരല്ലെന്നും യുവതി വ്യക്തമാക്കി. അതുകൊണ്ടു തന്നെ ആദ്യ പരാതിയും ഇപ്പോഴത്തെ പരാതിയും സൂക്ഷ്മമായി പോലീസ് വിലയിരുത്തും. ദുബായിൽ നഴ്സായി ജോലി ചെയ്യുന്ന പരാതിക്കാരിയെ ശ്രേയ എന്ന യുവതിയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി കുറ്റാരോപിതരുടെ സമീപത്തെത്തിക്കുന്നത്. തുടർന്ന് 2ഇടത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. AK സുനിൽ എന്ന നിർമ്മാതാവിന് കേരളത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ യുവതിയെയും ഭർത്താവിനെയും മോശക്കാരാക്കി ചിത്രീകരിച്ചെന്നും പരാതിക്കാരി പറഞ്ഞു. യുവതിയുടെ നാട്ടിലെ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കുകയും വൈഫൈ ഉപയോഗിച്ച് യുവതിയുടെ ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ ഈ സംഘം ക്രൂരത കാണിച്ചെന്നും ആരോപിക്കുന്നു. നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. ഓടിയൊളിക്കേണ്ട കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന് നിവിൻ പോളിയും പറയുന്നു. നിയമപരമായി പോരാടും. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നിരപരാധിത്വം തെളിയിക്കും. എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെയും ആരോപണം വരാം. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. ഏതന്വേഷണവുമായും സഹകരിക്കും. എനിക്കെതിരെയുള്ളത് മനഃപൂർവമായ ആരോപണമാണ്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ബ്ലാക്ക്മെയിൽ ആണോ എന്ന് സംശയമുണ്ട്. പുതിയ പരാതി വായിച്ചിട്ടില്ല. ഇന്നത്തെ FIRനെ കുറിച്ച് അറിയില്ല. 1.5 മാസം മുൻപാണ് ഊന്നുകൽ സ്റ്റേഷനിലെത്തി CI വിളിച്ചത്. അന്നത്തെ FIR ഫോൺ വിളിച്ച് വായിച്ച് കേൾപ്പിച്ചതാണ്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. നേരിട്ട് വരണമെങ്കിൽ വരാം എന്ന് തിരിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത്. പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. പരാതി കിട്ടിയപ്പോൾ അതിൻ്റെ നടപടിക്രമമായിട്ട് വിളിച്ചു ചോദിച്ചു എന്നായിരുന്നു മറുപടി.
ഓഡിഷനുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ ഓഡിഷൻ നടന്നിട്ടില്ല എന്നായിരുന്നു സംവിധായകൻ ആ സമയത്ത് പറഞ്ഞത്. പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇവരെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇവർ ആരാണെന്നറിയില്ല. ഫോൺ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. പലയിടത്തും പോകുമ്പോൾ പലരും സെൽഫിയൊക്കെ എടുക്കാറുണ്ട്. അത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. അല്ലാതെയുള്ള ഒരു രീതിയിലുള്ള ബന്ധവും ഈ പെൺകുട്ടിയുമായിട്ടില്ല. നിയമോപദേശം തേടും. അന്വേഷണത്തെ ബഹുമാനിക്കുന്നു. വ്യാജ പരാതിയാണ് എന്ന കാര്യം തെളിയിക്കണം. ഇതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ആരെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും പരാതി വരാം എന്ന തരത്തിലാണ്. ഇതിന് ഒരു അറുതി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബത്തിനെയാണ് ഇത് ഏറെ ബാധിക്കുന്നത്. അവർ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുന്നുവോ അതുവരെ പോകും. ഞാൻ പോരാടും. എനിക്ക് വേണ്ടി മാത്രമല്ല. ഇതേപോലെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ തരത്തിൽ പരാതികൾ ഉയരാൻ സാധ്യതയുള്ളതിനെതിരെയാണ് പോരാട്ടം. ഈ യാത്ര തുടർന്നേ പറ്റൂ. ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.